ഇ കൊമേഴ്സ് ബിസിനസ്സിൽ വരുന്ന കസ്റ്റമർ റിട്ടേൺസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം? ഇ കോമേഴ്സ് ബിസിനസ്സിൽ ഈ കസ്റ്റമർ റിട്ടേൺസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇ കോമേഴ്സ് ബിസിനസ്സിൽ ഇപ്പോൾ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്ത് സെയിൽ എടുക്കുന്ന അതേ ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഈ കസ്റ്റമേഴ്സിൻ്റെ റിട്ടേൺസ് ഹാൻഡിൽ ചെയ്യുന്നത്. കസ്റ്റമർ റിട്ടേൺസ് എന്ന് പറയുമ്പോൾ നമ്മളിന്നൊരു കസ്റ്റമർ പ്രോഡക്റ്റ് വാങ്ങിച്ചു, ആ കസ്റ്റമർ ഇപ്പോൾ അവർക്ക് പ്രോഡക്റ്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി റീഫണ്ടോ അല്ലെങ്കിൽ എക്സ്ചേഞ്ചോ ചോദിക്കുന്നതിനാണ് കസ്റ്റമർ റിട്ടേൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ നമ്മളുടെ വെബ്സൈറ്റിൽ തന്നെ ക്ലീനായിട്ടത് അവിടെ മെൻഷൻ ചെയ്യണം. ഇപ്പോൾ നമ്മൾ എത്ര ദിവസത്തെ ഒരു കസ്റ്റമർ റിട്ടേൺസ് ആണ് കൊടുക്കുന്നത്, ഇപ്പോൾ ഒരു 7 days ആണോ 14 days ആണോ, അപ്പോൾ അതൊക്കെ ക്ലീനായിട്ട് നമ്മളുടെ ആ പ്രോഡക്റ്റ് പേജിൽ അല്ലെങ്കിൽ ഇപ്പോൾ കസ്റ്റമർ ലാൻഡ് ചെയ്യുന്ന പേജിൽ തന്നെ വളരെ അവർക്ക് കാണുന്ന രീതിയിൽ തന്നെ അത് ക്ലീനായിട്ട് നമ്മളവിടെ മെൻഷൻ ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ച് തന്നെ നമ്മളതവിടെ അത് പ്രൊവൈഡ് ചെയ്യാൻ വേണം. ഇപ്പോൾ ഒരു കസ്റ്റമർ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കസ്റ്റമർ നമ്മളിൽ നിന്നൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചു, അപ്പോൾ അവർക്ക് പ്രോഡക്റ്റ് എന്തോ കാരണം കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ പ്രോഡക്റ്റിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്. ഇപ്പോൾ ആ കസ്റ്റമർ ഇപ്പോൾ എക്സ്ചേഞ്ച് ചോദിക്കുകയാണ്, മീൻസ് അവർക്ക് പ്രോഡക്റ്റ് ഇഷ്ടമായി, ബട്ട് അവരെ കിട്ടിയ പ്രോഡക്റ്റിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആ പ്രോഡക്റ്റിനെ മാറ്റിയിട്ട് വേറൊരു പ്രോഡക്റ്റ് ആക്കാം. ഇപ്പോൾ അത് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പ്രോസസ്സ് നമ്മളവിടെ മെൻഷൻ ചെയ്യണം. മീൻസ് പ്രോസസ്സ് നമ്മളവിടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അവിടെ ഫിക്സ് ചെയ്ത് വെച്ചേക്കണം. ഇപ്പോൾ ഈ ഒരു കസ്റ്റമർ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കൈൻഡ് ഓഫ് ടെംപ്ലേറ്റ് നമ്മളെ കസ്റ്റമർ സപ്പോർട്ട് എക്സിക്യൂട്ടീവ്സ് അത് ഹാൻഡിൽ ചെയ്ത് പോകണം. ഇപ്പോൾ ഈ കസ്റ്റമർ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഓക്കെ എക്സ്ചേഞ്ച് ആണ് വേണ്ടെങ്കിൽ ഇപ്പോൾ ആ കസ്റ്റമറിൻ്റെ അടുത്ത് ആ ഫോട്ടോ കംപ്ലീറ്റ് ആയിട്ട് ആ പ്രോഡക്റ്റിൻ്റെ നമ്മളുടെ ഡീറ്റെയിൽസ്, ഓർഡർ ഡീറ്റെയിൽസും അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യാൻ പറയാം. അപ്പോൾ അതിനുശേഷം നമ്മളിപ്പോൾ അവരുടെ ആ പ്രോഡക്റ്റ് അവരുടെ സ്ഥലത്ത് നിന്ന് റിവേഴ്സ് പിക്കപ്പ് എടുത്തതിന് ശേഷം അതിനെ തിരിച്ച് നമ്മളുടെ വെയർ ഹൗസിലോട്ട് എത്തിക്കാനുള്ള കാര്യങ്ങൾ ഉടൻ തന്നെ ചെയ്യുക. വൺസ് ആ റിവേഴ്സ് പിക്കപ്പ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അവർക്കുള്ള പുതിയ പ്രോഡക്റ്റ് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യുക, പുതിയ പ്രോഡക്റ്റ് നമ്മളുടെ വെയർ ഹൗസിൽ നിന്ന് ഡിസ്പാച്ച് ചെയ്യുക. അപ്പോൾ ഈ എക്സ്ചേഞ്ച് ഇങ്ങനെ വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് ഒരു കസ്റ്റമർ കുറച്ചുകൂടെ അഗ്രസീവായിട്ട് അവർക്ക് നമ്മളുടെ പ്രോഡക്റ്റ് ഇഷ്ടപ്പെടില്ല, അവർക്ക് റീഫണ്ട് വേണമെന്ന് തന്നെ പറയുകയാണെങ്കിൽ ആക്ച്വലി അതും ഇതേ കൈൻഡ് ഓഫ് പ്രോസസ്സ് തന്നെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ കസ്റ്റമറിൻ്റെ സൈഡിൽ നിന്ന് കസ്റ്റമറിൻ്റെ സ്ഥലത്ത് നിന്ന് ഒരു റിവേഴ്സ് പിക്കപ്പ് നമ്മളിപ്പോൾ കൊറിയേഴ്സിലൊക്കെ അത് ചെയ്യാൻ പറ്റുന്നതാണ് റിവേഴ്സ് പിക്കപ്പ് എന്ന ഓപ്ഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മൾ സെൻഡ് ചെയ്ത ഒരു പ്രോഡക്റ്റിനെ നമുക്ക് റിവേഴ്സ് പിക്കപ്പായിട്ട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആ റിവേഴ്സ് പിക്കപ്പ് എടുത്തതിന് ശേഷം ഇപ്പോൾ റീഫണ്ട്സിൻ്റെ കേസസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ആ പ്രോഡക്റ്റ് നമ്മളുടെ വെയർ ഹൗസിൽ എത്തിയതിന് ശേഷം നമ്മളൊന്ന് ചെക്ക് ചെയ്യുക, മീൻസ് നമ്മൾ കൊടുത്ത പ്രോഡക്റ്റ് തന്നെയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. എക്സ്ചേഞ്ചിലും അത് ചെക്ക് ചെയ്യണം, കാരണം ഇതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഒരു ഫ്രോഡൻ്റ് ആക്ടിവിറ്റി ഒക്കെ നടക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളത് ചെക്ക് ചെയ്തതിന് ശേഷം റീഫണ്ട് പ്രോസസ്സ് ഇപ്പോൾ നമ്മളുടെ വെയർ ഹൗസിലെത്തി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു റിവേഴ്സ് പിക്കപ്പ് എടുത്തു, ഒരു 3 days കൊണ്ട് നമ്മളുടെ വെയർ ഹൗസിലോട്ട് തിരിച്ചെത്തി. ആ 3 days എത്തി നമ്മളുടെ വെയർ ഹൗസിൽ എത്തിയെന്ന് ഉറപ്പായ ഉടൻ തന്നെ അവർക്കുള്ള റീഫണ്ട് പ്രോസസ്സ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരു 1 to 2 daysനകത്ത് തന്നെ റീഫണ്ട് പ്രോസസ്സ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ വളരെ ഭംഗിയായിട്ട് അല്ലെങ്കിൽ നല്ലൊരു സ്മൂത്ത് പ്രോസസ്സായിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇനിഷ്യലി തുടങ്ങുന്ന സമയത്ത് ഇപ്പോൾ ഷോപ്പിഫൈയിലാണ് നിങ്ങളുടെ സ്റ്റോറെങ്കിൽ ഷോപ്പിഫൈയിൽ ഒരുപാട് ആപ്പുകളുണ്ട് ഈ കസ്റ്റമർ റിട്ടേൺസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ അത് ആ ആപ്പുകൾ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണോ നമുക്കിപ്പോൾ ആമസോൺ പോലെയുള്ള വെബ്സൈറ്റ്സിലൊക്കെ നമുക്കൊരു കസ്റ്റമർ റിട്ടേൺസ് ഹാൻഡിൽ ചെയ്യുന്ന ആ രീതിയിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആമസോണിലൊക്കെ എങ്ങനെയാണ് നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചു, ആ പ്രോഡക്റ്റിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ആപ്പിനകത്തൂടെ തന്നെ നമുക്കത് എക്സ്ചേഞ്ചിനോ അല്ലെങ്കിൽ റീഫണ്ടിനോ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതേപോലെയുള്ള ഫെസിലിറ്റി ഷോപ്പിഫൈയിലുണ്ടെന്ന് ഷോപ്പിഫൈയിലെ പല ആപ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് പക്ഷേ ആ ആപ്സൊക്കെ ഒരു എക്സ്പെൻസീവ് ആയിട്ട് ആപ്പാണ്, മീൻസ് നമുക്ക് കുറച്ച് സബ്സ്ക്രിപ്ഷനൊക്കെ മാസം കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന റിട്ടേൺസ് അനുസരിച്ചുള്ള എമൗണ്ടാണ് കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ടൈറ്റ് ബഡ്ജറ്റിലാണ് നിൽക്കുന്ന ഇനിഷ്യൽ ടൈമൊക്കെ ആണെങ്കിൽ ഈ എൻ്റെ പ്രോസസ്സ് ഞാൻ ഈ പറഞ്ഞ എക്സ്ചേഞ്ച് റീഫണ്ട് പ്രോസസ്സ് നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാം. ഒരു കംപ്ലീറ്റ് ആയിട്ട് ടെംപ്ലേറ്റ് പ്രോസസ്സ് വെച്ചിട്ട് വാട്സാപ്പിലൂടെ ഹാൻഡിൽ ചെയ്താൽ മതി. ഒരു കസ്റ്റമർ എക്സ്ചേഞ്ചോ അല്ലെങ്കിൽ റീഫണ്ടോ ചോദിക്കുകയാണെങ്കിൽ ആ കസ്റ്റമറിൻ്റെ അടുത്ത് ഡയറക്റ്റായിട്ട് നമ്മൾ തന്നെ മെൻഷൻ ചെയ്യുക, ഈ വാട്സാപ്പിലോട്ട് മെസ്സേജ് അയക്കുക, നമ്മൾ ബാക്കി കാര്യങ്ങൾ അതിനകത്തൂടെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് തരും എന്നുള്ള രീതി തന്നെ നമുക്ക് വയ്ക്കാൻ പറ്റും. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ട്രസ്റ്റാണ് നമുക്കിവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഒരു കസ്റ്റമർ നമ്മളുടെ സ്റ്റോറിൽ നിന്നൊരു സാധനം വാങ്ങിച്ചു, ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ പറ്റി, ഇപ്പോൾ മീൻസ് എല്ലാവർക്കും നമുക്ക് എത്ര നല്ല പ്രോഡക്റ്റ് കൊടുത്താലും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് അവിടെ വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അത് ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയിലാവാം, അല്ലെങ്കിൽ നമ്മൾ ഡെലിവർ ചെയ്ത ഒരു രീതിയിലാവാം, എവിടെയെങ്കിലും ചെറിയ ഇഷ്യൂസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു കേസസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് വളരെ സ്മൂത്തായി കൊടുക്കുക, കസ്റ്റമറിനെ വളരെ സ്മൂത്തായി കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ട്രസ്റ്റ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ വളരെ നെഗറ്റീവായിട്ട് നിങ്ങളുടെ സ്റ്റോറിൽ അത് അഫക്റ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നിട്ട് നിങ്ങൾക്ക് റീഫണ്ട് ചോദിക്കുകയാണ്, അപ്പോൾ ആ റീഫണ്ട് നിങ്ങൾ പ്രോസസ്സ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ, കറക്റ്റായിട്ടുള്ള ഈ സ്മൂത്ത് പ്രോസസ്സ് അല്ലാതെ നിങ്ങൾ കസ്റ്റമറിനെ
വീണ്ടും മെസ്സേജ് അയക്കുന്ന രീതിയിൽ അവരെ ഇങ്ങനെ എന്താ പറയുക, നമ്മൾ നിരന്തരം മെസ്സേജ് അയക്കുന്ന രീതിയിൽ അവരെ ഇട്ട് ഇങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവരെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ കസ്റ്റമർ ഫ്രസ്ട്രേറ്റഡ് ആവും. കാരണം ഇന്ന് കസ്റ്റമർ കണ്ടിട്ടുള്ളത് എസ്പെഷ്യലി ഈ നമ്മൾ ആമസോൺ പോലെ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ഇങ്ങനെയുള്ള വലിയ മാർക്കറ്റ് പ്ലേസസ്, വലിയ സൈറ്റ്സുകൾ തന്നെ ഈ കസ്റ്റമർ റീഫണ്ട്സ് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് വളരെ സ്മൂത്ത് ആയിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അവർ എന്താണോ ആ വെബ്സൈറ്റിൽ എഴുതി വെച്ചിട്ടുള്ള പോളിസീസ് അതേപോലെ അവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ ഈ ക്വിക്ക് കോമേഴ്സ് കമ്പനീസൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിച്ചിട്ട് അത് താല്പര്യം മീൻസ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് നമ്മൾ ജസ്റ്റ് അവരടുത്ത് കസ്റ്റമർ എക്സിക്യൂട്ടീവിൻ്റെ നമ്മൾ ചാറ്റിൽ പറയും തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് അവർ ആ റീഫണ്ട് അങ്ങ് പ്രോസസ്സ് ചെയ്യാണ്. വിത്തിൻ എ മിനിറ്റ്സ് നമ്മളുടെ ആ നമ്മൾ കൊടുത്ത എമൗണ്ട് നമുക്ക് തിരിച്ചെത്തുകയാണ്. അപ്പോൾ അത്രയും ഹാസിൽ ഫ്രീ ആയിട്ടാണ് ഇന്ന് ഈ വലിയ ഇ കോമേഴ്സ് ബ്രാൻഡ്സൊക്കെ തന്നെ ഈ കസ്റ്റമേഴ്സിനെ റിട്ടേൺസ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മളും ഒരു ഇ കോമേഴ്സ് ബ്രാൻഡ് തുടങ്ങിയിട്ട് നമ്മളും ആ ഒരു കൾച്ചർ അവിടെ നമ്മൾ ഫോളോ ചെയ്യണം. ആ കൾച്ചർ ഫോളോ ചെയ്താലേ നമുക്കും ഒരു എക്സാക്റ്റ് ആയിട്ട് ഒരു കസ്റ്റമർ ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഈ കസ്റ്റമേഴ്സ് എല്ലാം ഈ കൈൻഡ് ഓഫ് പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് ഇതേ ഒരു എക്സ്പെക്റ്റേഷനാണ് അവർക്ക് ആ കസ്റ്റമർ സപ്പോർട്ടിൽ അവർ നമ്മളുടെ കസ്റ്റമേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ ഹാസിൽ ഫ്രീ ആയിട്ട് അവർക്ക് കൊടുക്കുക. ഹാസിൽ ഫ്രീ ആയിട്ട് കൊടുത്തില്ലെങ്കിൽ അത് നെഗറ്റീവായിട്ട് നമ്മളുടെ ബ്രാൻഡിൽ ബാധിക്കും. മീൻസ് ഈ ഒരു കസ്റ്റമേഴ്സ് തന്നെ എവിടെയെങ്കിലും പോയി ഒരു റിവ്യൂ ഇട്ടാൽ തന്നെ നമ്മളുടെ ആ ഒരു സ്റ്റോറിൽ വലിയ രീതിയിൽ ബാധിക്കും. ഇന്ന് ഒരുപാട് പബ്ലിക് ഫോറംസ് ഉണ്ട് ഈ ഒരു സ്റ്റോറിനെ കുറിച്ചൊക്കെ റിവ്യൂ ഇടാനുള്ളത്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഈ കസ്റ്റമേഴ്സ് നെഗറ്റീവായിട്ട് അവിടെയൊക്കെ പോയി ഒരു റിവ്യൂ ഇട്ടാൽ തന്നെ അത് ഇൻ്റർനെറ്റിൽ അങ്ങനെ കിടക്കും. അപ്പോൾ നമ്മൾ എത്ര കാലം കഴിഞ്ഞാലും നമ്മൾ എത്ര സർവീസസ് കൊടുത്താലും ആ നെഗറ്റീവ് റിവ്യൂ കാരണം മേ ബി നമുക്ക് തൗസൻഡ്സോ അല്ലെങ്കിൽ ലാക്സ് ഓഫ് റുപ്പീസിൻ്റെ സെയിൽസ് നമുക്ക് ഡ്രോപ്പ് ആവാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ കസ്റ്റമർ റിട്ടേൺസ് നല്ല രീതിയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടൊരു സ്മൂത്ത് പ്രോസസ്സ് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യാം.